ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് യൂണിറ്റ് 2 വരെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനു മുമ്പ് യൂണിറ്റ് 2 ഏതെങ്കിലും ക്ലാസ് നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് 2 കംപ്ലീറ്റ് ക്ലാസിന്റെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിന്റെ ഫോക്കസ് ഫാമിലിയുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കയറി ക്ലാസ് 5 ഓപ്പൺ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞ മുഴുവൻ ക്ലാസിന്റെയും വീഡിയോസ് അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ യൂണിറ്റ് 3 ആരംഭിക്കാം. ഒരു നല്ല സ്റ്റോറിയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സ്റ്റോറിയുടെ പേര്? ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല. ലിറ്റിൽ ഗേൾ മീൻസ് ഒരു കുഞ്ഞു പെൺകുട്ടി, ഒരു അംബ്രല്ലയും. സോ ക്യാൻ യു സീ ദിസ് പിക്ചർ? ഈ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ലുക്ക് അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ പിക്ചർ. എന്ത് ചെയ്യാണ് അവർ? ആർ ദേ ഹാപ്പി? നല്ല സന്തോഷത്തിലാണല്ലേ എല്ലാ കുട്ടികളും? യെസ്, ദേ ആർ വെരി ഹാപ്പി. And here are few questions I will read. Do all children get good food and clothing? എല്ലാ കുട്ടികൾക്കും നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും ലഭിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണവും ഒക്കെ ലഭിക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും കിട്ടാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ? ശരിയായ സമയത്ത് നല്ല ഫുഡ് അല്ലെ, നല്ല ഭക്ഷണം, ഇതൊന്നും ലഭിക്കാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. Do all of them live in houses with basic facilities? എല്ലാ കുട്ടികൾക്കും അവരുടെ സ്വന്തം വീടും അതുപോലെ തന്നെ ആവശ്യത്തിന് സൗകര്യങ്ങളും എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? സൗകര്യങ്ങളും സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത അല്ലെ, അനാഥരായ അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥ മന്ദിരങ്ങളിൽ കഴിയുന്ന അല്ലെ, അലഞ്ഞു തിരിയുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് അല്ലെ, നമ്മുടെ രാജ്യത്തുണ്ട്. Do all of them get good education? എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? നമുക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം അല്ലെ? ഡു ചിൽഡ്രൻ ഹാവ് റൈറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ? സംരക്ഷണവും ശ്രദ്ധയും ലഭിക്കാൻ കുട്ടികൾക്ക് അവകാശങ്ങളുണ്ടോ? റൈറ്റ്സ് മീൻസ് അവകാശങ്ങൾ അല്ലെ? ഡു ചിൽഡ്രൻ ഹാവ് റൈറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ? ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് യുവർ റൈറ്റ്സ് ഹാവ് ബീൻ വയലേറ്റഡ്? കുട്ടികൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് അല്ലെ? നിങ്ങളുടെ അവകാശങ്ങൾ എപ്പോഴെങ്കിലും വയലേറ്റ് ആവുന്നുണ്ടോ? അത് മീൻസ് അവകാശങ്ങൾ നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വെച്ചോ അല്ലെ നിങ്ങളുടെ സ്കൂളിൽ വെച്ചോ അല്ലെ? നല്ല എഡ്യൂക്കേഷൻ ലഭിക്കണം, അത് നിങ്ങളുടെ അവകാശമാണ്. നല്ല ഫുഡ് ലഭിക്കണം, നല്ല വസ്ത്രം ലഭിക്കണം അല്ലെ, നല്ല സ്വാതന്ത്ര്യം വേണം അല്ലെ, ആവശ്യത്തിന് അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ അവകാശങ്ങളാണ്. സംരക്ഷണം വേണം, പ്രൊട്ടക്ഷൻ വേണം അല്ലെ. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ അവകാശങ്ങൾ, റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യം നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സമൂഹത്തിലോ അങ്ങനെ നിങ്ങളുടെ സ്കൂളിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ. ഹൗ ഷുഡ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ബിഹേവ് ടുവേർഡ്സ് ചിൽഡ്രൻ? എങ്ങനെയാണ് രക്ഷിതാക്കളും നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങളോട് പെരുമാറാറുള്ളത് അല്ലെ? രക്ഷിതാക്കളും ടീച്ചേഴ്സും ഒക്കെ നല്ല സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുള്ളത്. വളരെ റെയറായിട്ട് ചില പേരൻസ് കുട്ടികളെ അടിക്കാറുണ്ട് അല്ലെ, അനാവശ്യമായിട്ട് അടിക്കാറുണ്ട് അല്ലെ. അതൊരു തെറ്റായ കാര്യമാണ് അല്ലെ. ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സ്നേഹത്തോടെ അല്ലേ, അധ്യാപകരൊക്കെ സ്നേഹത്തോടെ അല്ലേ നിങ്ങളോട് പെരുമാറാറുള്ളത്? ആൻഡ് ഹൗ ഷുഡ് ചിൽഡ്രൻ ബിഹേവ് ടുവേർഡ്സ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്? ഇനി നിങ്ങൾ എങ്ങനെയാണ് രക്ഷിതാക്കളോടും ടീച്ചേഴ്സിനോടും ഒക്കെ പെരുമാറാറുള്ളത്? അവർക്ക് വേണ്ട റെസ്പെക്ട്, ബഹുമാനം നിങ്ങൾ കൊടുക്കാറുണ്ടോ അല്ലെ? ഗുരുക്കന്മാർക്കും അതുപോലെ രക്ഷിതാക്കൾക്കും അല്ലെ, അവര് പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ, അനുസരിക്കാറുണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെ ടീച്ചേഴ്സ് പറയുന്നതും പേരൻസ് പറയുന്നതും ഒക്കെ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ മുതിർന്നവർ പറയുന്നത് കേൾക്കണം. അവർ പറയുന്ന നല്ല കാര്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളണം. അവർ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. അതുപോലെ തിരിച്ചും ടീച്ചേഴ്സും പേരൻസും ഒക്കെ നിങ്ങൾക്ക് നല്ല കെയറിങ്ങും നല്ല സ്നേഹവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ തരണം. അത് നിങ്ങളുടെ അവകാശങ്ങളാണ്. സോ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ എവിടെയെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യാം. ഇന്ന് അതിനുള്ള നിയമവ്യവസ്ഥയും ചൈൽഡ് ലൈൻ അല്ലെ പ്രവർത്തകരും അതിന്റെ നമ്പരും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ഓക്കെ, സോ we can go to our story, A Girl in the Rain. The Little Girl and the Umbrella. That's the name of our story. And first part is A Girl in the Rain. മഴയത്ത് ഒരു പെൺകുട്ടി. Now let's read the opening chapter of the famous novel ഒരു കുടയും കുഞ്ഞു പെങ്ങളും ബൈ മുട്ടത്തു വർക്കി. ഇവിടെ മുട്ടത്തു വർക്കി എന്ന ഒരു നോവലിസ്റ്റിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും. അതിന്റെ ആദ്യ ഭാഗമാണ് നമുക്ക് ഈ മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ആൻഡ് സി if the rights of the little girl and her brother were violated or not. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട് ഈ കഥയിൽ, അതുപോലെ തന്നെ അവളുടെ ഒരു ബ്രദർ ഉണ്ട്. ഇവരുടെ അവകാശങ്ങൾ എപ്പോഴെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ ഈ ഒരു സ്റ്റോറി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിലൊന്ന് ചെക്ക് ചെയ്യണം, അതിലൊന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കണം. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് അവർ സ്റ്റോറി. ദ സ്കൈ വാസ് ക്ലൗഡി.
ദ സ്കൈ വാസ് ക്ലൗഡി, ആകാശം വളരെ മേഘാവൃതമായിരിക്കുന്നു. എ കോൾഡ് ബ്രീസ് വാസ് ബ്ലോവിംഗ് ലാങ്ഗ്വേറ്റ്ലി, അല്ലെ വളരെ തണുത്ത ഒരു ഇളം കാറ്റ്, എ കോൾഡ് ബ്രീസ് വാസ് ബ്ലോവിംഗ് ലാങ്ഗ്വേറ്റ്ലി, അല്ലെ നമ്മളെ ആകർഷിക്കുന്ന തരത്തിൽ അതിങ്ങനെ അടിക്കുകയാണ്. ദ ട്രീസ് ഓൺ ദ ബോത്ത് സൈഡ് ഓഫ് ദ കൺട്രി റോഡ് വെയർ സ്വേയിങ് ജെന്റ്ലി ഇൻ ദ വിൻഡ്. കൺട്രി റോഡിന്റെ സൈഡിലുള്ള രണ്ട് സൈഡിലുമുള്ള ഇരുവശത്തുമുള്ള ട്രീസ് അല്ലെ വൃക്ഷങ്ങൾ, മരങ്ങൾ അതിങ്ങനെ കാറ്റിലിങ്ങനെ ആടുകയാണ്, ആടി ഉലയുകയാണ്. സ്വേയിങ് മീൻസ് ഇങ്ങനെ ആടി ഉലയുക, ഒരു വശത്തേക്ക് ചായുന്നുണ്ട്. ലില്ലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, യു ഗോ വിത്ത് ഗ്രേസി. ലില്ലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, ലില്ലി മഴ വരാൻ പോവുകയാണ്. യു ഗോ വിത്ത് ഗ്രേസി, നീ ഗ്രേസിയോടൊപ്പം പോകൂ. ഇതാരാണ് പറയുന്നത്? ബേബി. ബേബി സെഡ്, പോയിന്റിംഗ് ടു ദ ഗേൾ ഫ്രം ദ പൂമംഗലം ഫാമിലി, ദ റിച്ച് നൈബേഴ്സ്. ഇത് പറയുന്നത് ബേബിയാണ്, അല്ലെ ലില്ലിയുടെ ബ്രദർ ആണ്. സോ എന്താണ് ബേബി ലില്ലിയോട് പറയുന്നത്? ലില്ലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, മഴ വരികയാണ്. യു ഗോ വിത്ത് ഗ്രേസി, നീ ഗ്രേസിയോടൊപ്പം പോകൂ. അപ്പൊ ആരാണ് ഗ്രേസി? പോയിന്റിംഗ് ടു ദ ഗേൾ ഫ്രം ദ പൂമംഗലം ഫാമിലി, പൂമംഗലം കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഗ്രേസി. അവരെങ്ങനെയാണ് ആ കുടുംബം? ദേ ആർ റിച്ച് നൈബേഴ്സ്, അല്ലെ അയൽക്കാരാണ്, വളരെ പണക്കാരാണ്, സമ്പന്നരായിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള അല്ലെ പണക്കാരായിട്ടുള്ള ഒരു കുടുംബമാണ്. ആരുടെ കുടുംബം? നമ്മുടെ ഗ്രേസിയുടെ കുടുംബം. ലില്ലിയും അതുപോലെ തന്നെ ബേബിയും പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണ്. അപ്പൊ ലില്ലി എന്താണ് ചോദിക്കുന്നത്? വാട്ട് അബൌട്ട് യു? അപ്പൊ നീയോ? ലില്ലി ആസ്ക്ഡ് ഹിം, ലില്ലി ബേബിയോട് ചോദിച്ചു. ഐ വിൽ റൺ, ഞാൻ ഓടിപ്പോകും. ഐ വിൽ റൺ. ബേബി സ്റ്റാർട്ട് റണ്ണിങ്. ബേബി അങ്ങനെ മഴ വരുന്നതും കണ്ട് സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങി. ദ റെയിൻ ഡ്രോപ്സ് സ്റ്റാർട്ടഡ് ഫോളിങ്. പെട്ടെന്ന് തന്നെ മഴത്തുള്ളികൾ വീണു തുടങ്ങി, മഴ പെയ്യാൻ തുടങ്ങി. 1, 2, 4. ദ റെയിൻ ക്വിക്കൻഡ്. പെട്ടെന്ന് അല്ലെ ഓരോ തുള്ളികളായി 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അല്ലെ ഓരോ തുള്ളികളായി. മഴ എങ്ങനെയല്ലേ വരുന്നത്? പല തുള്ളി പെരുവെള്ളം അല്ലെ, അങ്ങനെ പല തുള്ളികളായിട്ട് മഴ പെയ്ത് പെട്ടെന്ന് വലിയ മഴയായിട്ട് അത് മാറി. സോ ദ റെയിൻ ക്വിക്കൻഡ്. സോ ക്യാൻ യു സീ ഹിയർ ഹാവ് ദ പിക്ചർ ഓഫ് ലില്ലി ആൻഡ് ബേബി. സോ ദേ ആർ ഗോയിങ് ടു സ്കൂൾ, അല്ലെ അവർ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ഈ മഴ പെയ്യുന്നതും ഈ സംഭാഷണങ്ങളൊക്കെ നടക്കുന്നതും. സോ ഈ പിക്ചർ കാണുന്നുള്ള നല്ലൊരു ചിത്രമാണ് അല്ലെ. So what happened next? എന്ത് ചെയ്തു അവർ? The rain. Lily also ran holding her slate and books against her chest. അപ്പൊ ലില്ലി എന്ത് ചെയ്തു? ലില്ലിയും ഓടാൻ തുടങ്ങി. എങ്ങനെയാണ്? അവൾ അവളുടെ സ്ലേറ്റും ബുക്സും ഒക്കെ നെഞ്ചത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നനയാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലില്ലിയും ഓടാൻ തുടങ്ങി. She felt the rain lashing her face. അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ, മഴ ഇങ്ങനെ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ വന്ന് അടിക്കുകയാണ്. നമ്മൾ ഓടുമ്പോൾ അല്ലെ വളരെ ശക്തമായ മഴത്തുള്ളികൾ മുഖത്തേക്ക് പതിക്കില്ലേ. ഷി പ്ലേസ്ഡ് ദ സ്ലേറ്റ് ഓവർ ഹെർ ബുക്ക്. അവൾ ബുക്ക് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലേറ്റ് എടുത്ത് ബുക്കിന്റെ മുകളിൽ വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ബുക്ക് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈവൻ ഇഫ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ സ്ലേറ്റ് നത്തിങ് വുഡ് ഹാപ്പൻ. അല്ലെ സ്ലേറ്റിന്റെ മുകളിൽ കുറച്ച് വെള്ളം വീണാലും അത് സ്ലേറ്റിനൊന്നും പറ്റില്ല. അതേസമയം ബുക്കിന്റെ മുകളിൽ വീണാലോ അല്ലെ ബുക്ക് മൊത്തം നനഞ്ഞു കുതിർന്ന് നശിച്ചു പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബുക്ക് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ലില്ലി എന്ത് ചെയ്തു? അവൾ സ്ലേറ്റ് എടുത്തിട്ട് ബുക്കിന്റെ മുകളിൽ വെച്ചു. ഇറ്റ് വുഡ് നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബുക്കിനൊന്നും സംഭവിക്കത്തില്ല, അത് നശിച്ചു പോകത്തില്ല വെള്ളം വീണിട്ട്. സോ ആ സമയം ഗ്രേസി അതുവഴി വന്നു അല്ലെ. അപ്പൊ അവളിങ്ങനെ നനഞ്ഞ് സ്കൂളിലേക്ക് ഓടുകയാണ്. ആ സമയത്ത് ഗ്രേസി അതുവഴി വന്നു അല്ലെ. ഗ്രേസി കുടയുമായിട്ട് വന്നു. അപ്പൊ ഗ്രേസിയോട് ലില്ലി ചോദിക്കുകയാണ്, ഗ്രേസി ക്യാൻ ഐ ടു? ലില്ലി begged and tried to get in under ഗ്രേസീസ് അംബ്രല്ല. ഗ്രേസിയുടെ അംബ്രല്ലയിൽ കയറാൻ വേണ്ടിയിട്ട് ലില്ലി ഗ്രേസിയോട് ചോദിക്കുകയാണ് അല്ലെ. ബെഗ് ചെയ്ത്, ബെഗ് എന്ന് പറയുന്നത് എന്താ? യാചിക്കുക അല്ലെ. ലില്ലി ഗ്രേസിയോട് യാചിക്കുകയാണ്, ഗ്രേസി ഞാനും കൂടെ, എന്നെ കൂടി കൊണ്ടുപോകുമോ, കുടയിലൊക്കെ എന്നെ കൂടി കൊണ്ടുപോകുമോ, ഭയങ്കര മഴയാണ്, എന്നെ കൂടി കയറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഗ്രേസിയോട് ലില്ലി. ബട്ട് ഗ്രേസി മൂവ്ഡ് away from ലില്ലി. പക്ഷേ ഗ്രേസി അത് ചെയ്തോ? അവളെ കൂടെ കയറ്റിയോ? ലില്ലിയെ കൂടെ കയറ്റിയോ? ഇല്ല, പാവൻ ലില്ലിയെ ഗ്രേസി കുടയിൽ കയറ്റിയില്ല. ഗ്രേസി അവിടെ നിന്നും ഒറ്റയ്ക്ക് നടന്നു പോയി. ഗ്രേസീസ് നീറ്റ് ക്ലോത്ത്സ് വെയർ മെയ്ഡ് ഓഫ് ഫൈൻ സിൽക്ക് അല്ലെ. ഗ്രേസിയുടെ ക്ലോത്ത്സ് എങ്ങനെയാണ്? സിൽക്ക് കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലെ. ഗ്രേസിയുടെ വളരെ നീറ്റായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ഗ്രേസിയുടെ, വളരെ വില കൂടിയ വസ്ത്രങ്ങളാണ്. ബട്ട് ലില്ലി വാസ് clad in quiet old and torn clothes. പക്ഷേ ലില്ലിയുടെ എങ്ങനെയാണ് വസ്ത്രങ്ങൾ അല്ലെ? വളരെ പഴയ വസ്ത്രങ്ങളാണ്, കീറിപ്പറഞ്ഞ അല്ലെ പഴയ വസ്ത്രങ്ങളാണ് ലില്ലി ഇട്ടിരിക്കുന്നത്. ബട്ട് ഗ്രേസിയുടെ എങ്ങനെയാണ്? ഗ്രേസിയുടെ വളരെ നീറ്റായിട്ടുള്ള സിൽക്ക് കൊണ്ടൊക്കെയുള്ള വളരെ വില കൂടിയ വസ്ത്രങ്ങളാണ് ഗ്രേസി ധരിച്ചിരിക്കുന്നത്.
സോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? സി ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. ഹു ഈസ് ദിസ്? ഇതാരാണ്? യെസ്, ദിസ് ഈസ് ഗ്രേസി അല്ലെ, കുടയുമായിട്ട് പോകുന്നതാണ് ഗ്രേസി. അപ്പോൾ ആ സമയത്ത് ലില്ലി ഗ്രേസിയോട് ചോദിക്കുന്നതാണ് അല്ലെ, ഗ്രേസി ക്യാൻ ഐ ടു, എന്നെയും കൂടി കയറ്റാമോ കുടയിലേക്ക് അല്ലെ. നോക്കൂ, അപ്പൊ അത് ചോദിക്കുന്ന ഒരു ചിത്രമാണ്, ഗ്രേസിയും ലില്ലിയും കൂടെ ഉള്ള ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? സോ വീണ്ടും ഗ്രേസിയോട് ലില്ലി യാചിക്കുകയാണ്. ഗ്രേസി പ്ലീസ്. ലില്ലി ബെഗ്ഡ് അഗെയിൻ, വീണ്ടും ചോദിച്ചു, എന്നെ കൂടി കയറ്റൂ, ഞാൻ മുഴുവനും നനഞ്ഞു പോകും അല്ലെ, നനഞ്ഞു കുതിർന്നു പോകും, എന്റെ പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ നശിച്ചു പോകും, എന്നെ കൂടി കയറ്റൂ, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി എന്നെ കൂടെ കുടയിൽ കയറ്റൂ. ആ സമയം ഗ്രേസി എന്താ പറയുന്നത് ലില്ലിയോട്? ഗോ എവേ ഗേൾ, I won't let you in under my umbrella, Gracie said stubbornly. നീ പോകൂ, ദൂരേക്ക് പോകൂ. Go away girl, ഇവിടെ നിന്ന് പോകൂ. I won't let you in under my umbrella. വളരെ ദേഷ്യത്തോടെ, വളരെ തറപ്പിച്ച് പറയാണ്, ഉറപ്പിച്ച് പറയാണ് ഗ്രേസി said stubbornly. Stubbornly means വളരെ ശാഠ്യത്തോടെ ഉറപ്പിച്ച് ഗ്രേസി പറയുകയാണ്, നിന്നെ ഞാൻ എൻ്റെ കുടയിൽ കയറ്റില്ല. ലില്ലി could not control her eyes. ലില്ലിക്ക് തൻ്റെ ആ ഒരു വിഷമം അടക്കാൻ കഴിഞ്ഞില്ല അല്ലെ, ആ കണ്ണുനീരിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ആർക്ക്? ലില്ലിക്ക്. ടീയേഴ്സ് മീൻസ് കണ്ണുനീർ എന്നാണ്. ഷീ വെപ്റ്റ് ബിറ്റർലി, അവൾ പൊട്ടിക്കരഞ്ഞു. ദ റെയിൻ ഓൾസോ വാസ് ക്വൈറ്റ് ക്രൂവൽ ടു ഹർ. മഴയും അവളോട് ക്രൂരത കാട്ടി. മഴ നിന്നോ? ഇല്ല. ഇറ്റ് കെയിം ഡൗൺ ഹെവിലി ഓൺ ഹർ. വളരെ ശക്തിയായി തന്നെ മഴ പെയ്തുകൊണ്ടിരുന്നു. ലില്ലി റാൻ ഓൺ ആൻഡ് ഓൺ തറൗലി വെറ്റ്. അവൾ ഓടുകയാണ്, പക്ഷെ മുഴുവനും നനഞ്ഞു കുതിർന്നു. ലില്ലി റാൻ ഓൺ ആൻഡ് ഓൺ തറൗലി വെറ്റ്. ഹെവി ഡ്രോപ്സ് ഓഫ് റെയിൻ ഫെൽ ഓൺ ഹർ ഫേസ് ലൈക്ക് പെബിൾസ് ഫോളിംഗ് ഫ്രം ദ സ്കൈ. അല്ലെ, വളരെ ശക്തിയായിട്ടുള്ള മഴത്തുള്ളികൾ, ഹെവി ഡ്രോപ്സ് അല്ലെ, വളരെ വലിയ മഴത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് പതിച്ചു. എങ്ങനെയാണ്? ലൈക്ക് പെബിൾസ് ഫാളിംഗ് ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് ചെറിയ ചരൽക്കല്ലുകൾ വീഴുന്നത് പോലെ വലിയ മഴത്തുള്ളികൾ ലില്ലിയുടെ മുഖത്തേക്ക് ഇങ്ങനെ വന്ന് ശക്തമായി പതിക്കുകയാണ്. മഡി വാട്ടർ റാൻ എഗൻസ്റ്റ് ഹർ ലിറ്റിൽ ഫീറ്റ്. ചെളി നിറഞ്ഞ വെള്ളം അല്ലെ അവളുടെ കാലുകളിലെല്ലാം മുഴുവനുമായി. മഡി വാട്ടർ റാൻ അഗൻസ്റ്റ് ഹർ ലിറ്റിൽ ഫീറ്റ്. അവളിങ്ങനെ ഓടുന്ന സമയത്ത് ചെളിവെള്ളം ഇങ്ങനെ അവളുടെ ദേഹത്ത് കാലുകളിൽ മുഴുവൻ ഇങ്ങനെ തെറിക്കുകയാണ് അല്ലെ. അപ്പൊ നനഞ്ഞു കുതിർന്ന ചെളിവെള്ളവും ഒക്കെ ഭയങ്കരമായിട്ട് ലില്ലി മഴയിൽ നനഞ്ഞു കുതിർന്നു. സോ ഇറ്റ് വാസ് വെരി ബാഡ് അല്ലെ. ആർക്കും ഇങ്ങനെ സംഭവിക്കരുത്, കഷ്ടമല്ലേ, ഒരു കൊച്ചു പെൺകുട്ടിയാണ് അല്ലേ ലില്ലി. സോ ഗ്രേസി ഇവിടെ കാണിച്ചത് വളരെ ക്രൂരമായ ഒരു കാര്യമാണ് അല്ലെ. തീർച്ചയായിട്ടും ഗ്രേസിക്ക് ലില്ലിയെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. ഓക്കെ, വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? വി ക്യാൻ ചെക്ക്. ടീയേഴ്സ് ഓഫ് റെയിൻ, മഴയുടെ കണ്ണുനീർ. ടീയേഴ്സ് മീൻസ് കണ്ണുനീർ. ലില്ലി ടുക്ക് ഷെൽട്ടർ ഇൻ വരാന്ത ഓഫ് എ സ്മോൾ ഷോപ്പ് ഓൺ ദ കൺട്രി റോഡ്. ലില്ലി അങ്ങനെ എന്ത് ചെയ്തു? മുഴുവനും നനഞ്ഞു കുതിർന്നു. ഇനി ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായപ്പോൾ ലില്ലി എന്ത് ചെയ്തു? അവിടെ കൺട്രി റോഡിന്റെ സൈഡിലുള്ള ഒരു കടയുടെ വരാന്തയിൽ അഭയം പ്രാപിച്ചു. ഇവിടെ ചിത്രമുണ്ട്, ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഒരു കടയുടെ വരാന്തയിൽ ആ പാവം പെൺകുട്ടി ലില്ലി കയറി ഇങ്ങനെ നിൽക്കുകയാണ്, നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ് അവൾ. ഹർ ക്ലോത്ത്സ് ആൻഡ് ബുക്സ് വെയർ വെറ്റ്. അവളുടെ വസ്ത്രങ്ങളും ബുക്സും സ്ലേറ്റും മുഴുവനും നനഞ്ഞു. വാട്ട് റിയലി അപ്സെറ്റ് ഹർ വാസ് ഹർ ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. അല്ലെ, എല്ലാം തകിടം മറിച്ചു അല്ലെ അവിടെ പ്രതീക്ഷ. കാരണം സ്ലേറ്റ് എടുത്ത് ബുക്കിന്റെ മുകളിൽ വെച്ചിരുന്ന് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് അവളുടെ ബുക്സ് മുഴുവനും നനഞ്ഞു. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദ വരാന്ത ഷീ സ്റ്റാർട്ടഡ് സോബിങ്. ആ കടയുടെ വരാന്തയുടെ മൂലയ്ക്ക് നിന്നുകൊണ്ട് അവൾ ഏങ്ങി കരയാൻ തുടങ്ങി. സോബിങ് മീൻസ് ഏങ്ങി കരയുക എന്നുള്ളതാണ് സോബിങ്. ഷീ സോ ഗ്രേസി പാസിംഗ് ബൈ വിത്ത് ഹർ അംബ്രല്ല. നോക്കുമ്പോൾ അവൾ കണ്ടു ഗ്രേസി കുടയുമായിട്ട് അവളുടെ മുന്നിൽ കൂടി നടന്നു പോകുന്നു അല്ലെ. എന്താണ് ക്രൂരത അല്ലെ. ഒരു കുട്ടി പോലും ഇങ്ങനെ കാണിക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങൾ തീർച്ചയായിട്ടും കഴിവതും നമ്മൾ മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കി നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും ഹെൽപ്പ് ചെയ്യണം. ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം, നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ലില്ലി നോക്കുമ്പോൾ ഗ്രേസി കുടയുമായിട്ട് അവളുടെ മുന്നിൽ കൂടെ പാസ് ചെയ്ത് നടന്നു പോകുന്നു. ദ റെയിൻ ഡ്രോപ്സ് ഫ്ലോവിംഗ് ഡൗൺ ഫ്രം ലില്ലീസ് ഹെയർ അല്ലെ. മഴത്തുള്ളികൾ ഇങ്ങനെ ലില്ലിയുടെ തലമുടിയിൽ കൂടി ഇങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ് അവളുടെ കണ്ണുകളിലേക്ക്. ബ്ലഡ് ഹെർ ഐസ്. അങ്ങനെ കണ്ണുകളിലേക്ക് ആ മഴത്തുള്ളികൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ സമയത്ത് അവളുടെ കണ്ണുകൾ മങ്ങുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല, കണ്ണുനീരുമുണ്ട്. ആസ് ദേ മിക്സഡ് വിത്ത് ഹർ ടീയേഴ്സ്. ആ മഴത്തുള്ളികൾ അല്ലെ
ആ വെള്ളവും അതുപോലെ തന്നെ മഴത്തുള്ളികളും അതുപോലെ തന്നെ കണ്ണുനീരുമായിട്ട് മിക്സായി ആ കണ്ണുനീരും മഴത്തുള്ളിയും കൂടിക്കലർന്ന് അവളുടെ കണ്ണുകൾ മങ്ങിയിരിക്കുന്നു. അവൾക്ക് ദുഃഖം താങ്ങാൻ പറ്റുന്നില്ല, കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആർക്കും ഉണ്ടാകരുതല്ലോ, ഒരു കുട്ടിക്ക് പോലും. ഇറ്റ് വാസ് വെരി ബാഡ്. ദ ബിറ്റർ കോൾഡ് മെയ്ഡ് ഹെർ ഷിവർ ആൻഡ് ഹെർ ടീത്ത് സ്റ്റാർട്ടഡ് ടു ചാറ്റർ. അല്ലെ, ഭയങ്കര തണുപ്പുണ്ട്. ദ ബിറ്റർ കോൾഡ്, ശക്തമായ ആ തണുപ്പ്, മെയ്ഡ് ഹെർ ഷിവർ, വിറയ്ക്കുന്നുണ്ട് അത് കാരണം. ആൻഡ് ഹെർ ടീത്ത് സ്റ്റാർട്ടഡ് ചാറ്റർ. അല്ലെ, നമുക്ക് ശക്തമായ തണുപ്പ് വരുമ്പോൾ നമ്മുടെ പല്ലുകളൊക്കെ കിടുകിടകിടാന്ന് വിറയ്ക്കും അല്ലെ. അപ്പോൾ ആ ഒരു തണുപ്പ് കൊണ്ട് അവളുടെ പല്ലുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിടിക്കുന്നുണ്ട്. ഹെർ ഡ്രസ് വാസ് നൗ കംപ്ലീറ്റ്ലി ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. അവളുടെ ഡ്രസ്സ് മുഴുവനും ആ മഴയിൽ നനഞ്ഞു കുതിർന്നു. ഡ്രെഞ്ച്ഡ് മീൻസ് നനഞ്ഞു എന്നുള്ളതാണ്. ഷീ പ്ലേസ്ഡ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് ഓൺ ദ ഫ്ലോർ. അവൾ എന്ത് ചെയ്തു? ആ നനഞ്ഞു കുതിർന്ന സ്ലേറ്റും ബുക്സും ഒക്കെ ആ തറയിൽ വെച്ചു, ആ വരാന്തയിൽ വെച്ചു. ഷീ സ്ക്യൂസ്ഡ് ദ എഡ്ജസ് ഓഫ് ഹെർ സ്കർട്ട് ടു റിങ് വാട്ടർ ഫ്രം ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയിട്ടാണ് സ്ലേറ്റും ബുക്സ് ഒക്കെ അവിടെ വെച്ചത്? അവളുടെ പവാടയൊന്ന് പിഴിയാൻ വേണ്ടിയിട്ട് അല്ലെ. പവാട മുഴുവൻ നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. അപ്പൊ അതിന് സ്ക്യൂസ് മീൻസ് പിഴിയുക, അതിന്റെ എഡ്ജസ് അല്ലെ, പവാടയുടെ എഡ്ജസ് കൂട്ടിച്ചേർത്ത് അതൊന്ന് പിഴിഞ്ഞു. ദ എഡ്ജസ് ഓഫ് ദ സ്കർട്ട് സ്പ്ലിറ്റ്. അങ്ങനെ അവൾ അത് മുറുക്കി പിഴിഞ്ഞപ്പോൾ ആ പവാട കീറിപ്പോയി. ആ പവാട കീറി അല്ലെ. അപ്പൊ കാരണം പഴയ വസ്ത്രമാണ് അല്ലെ, ഓൾഡ് ആണ് അല്ലെ. ഇറ്റ് വാസ് എ വെരി ഓൾഡ് സ്കർട്ട്. കാരണം അത് വളരെ പഴയ ഒരു സ്കർട്ടായിരുന്നു, പവാടയായിരുന്നു. ദ ഓൺലി വൺ ഷീ ഹാഡ്. അവൾക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു അത്. അറ്റ് ഹോം ഷീ ഓൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. വീട്ടിലാണെങ്കിൽ ഒന്ന് മാറിയെടുക്കാൻ വേറെ തുണിയില്ല, ബാത്ത് ടവൽ അല്ലാതെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ, ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ മറ്റൊരു തുണി, ഉടുതുണിക്ക് മറുതുണിയില്ല നമ്മൾ പറയത്തില്ലേ. അപ്പോൾ മറ്റൊരു വസ്ത്രം അവൾക്ക് മാറിയെടുക്കാൻ വേറെ ഒരു തുണിയില്ല. വളരെ കഷ്ടം അല്ലേ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ അഹങ്കരിക്കാൻ പാടില്ല അല്ലെ. നിങ്ങളുടെ അച്ഛനും അമ്മയും നമ്മുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചു തരുന്ന, വളരെ ബുദ്ധിമുട്ടി വാങ്ങിച്ചു തരുന്ന നിങ്ങൾ ഡ്രസ്സ് നന്നായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. അതിൽ നിങ്ങളെ സന്തോഷം കണ്ടെത്തണം അല്ലെ. ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടി നിങ്ങൾ അനാവശ്യമായിട്ടത് വേണ്ട എന്ന്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് എടുത്ത് കളയുകയും ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഒരു ഡ്രസ്സ് ഇല്ലാത്ത അല്ലെ, ഒരു തുണി ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ, ആഹാരം കഴിക്കാനില്ലാത്ത ഒരുപാട് കുട്ടികൾ നമ്മളുടെ ചുറ്റും ഉണ്ട് എന്ന്, അവരെക്കുറിച്ച്, ഒന്നുമില്ലാത്ത കുട്ടികളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണം നിങ്ങൾ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? സോ ഇവിടെ കണ്ടോ, ഗ്രേസി വളരെ വിഷമിച്ച് കണ്ടോ കടയുടെ വരാന്തയിൽ നിൽക്കുന്ന ചിത്രമാണ്. ആൻഡ് ദ നെക്സ്റ്റ് പാസേജ്, ലോസ്റ്റ് ചൈൽഡ്ഹുഡ്. നഷ്ടപ്പെട്ട ആ കുട്ടിക്കാലം അല്ലെ, നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം, കുട്ടിക്കാലത്തിന്റെ മഹത്വം അല്ലെ. നമുക്ക് ഏറ്റവും ഒരു സന്തോഷം നിറഞ്ഞ രസകരമായ ഒരു സ്റ്റേജ് ആണ് കുട്ടിക്കാലം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അല്ലെ. ചൈൽഡ്ഹുഡ് നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ടാകും അല്ലെ. സന്തോഷങ്ങൾ കിട്ടാത്ത, ദുഃഖം മാത്രം കിട്ടുന്ന കുട്ടികൾ അല്ലെ, ആ ചൈൽഡ്ഹുഡില്, കുട്ടിക്കാലത്ത്. സോ ഇവിടെ ലോസ്റ്റ് ചൈൽഡ്ഹുഡ്. ലില്ലി ആൻഡ് ഹെർ ബ്രദർ ബേബി ഹാഡ് ലോസ്റ്റ് ബോത്ത് ദെയർ പേരൻസ്. വളരെ കൊച്ചിൽ തന്നെ ലില്ലിക്കും അവളുടെ ബ്രദറായ ബേബിക്കും അവരുടെ പേരൻസിനെ, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടതാണ്. ദെയർ ഫാദർ ഡൈഡ് 3 years ago. 3 വർഷം മുമ്പ് അവരുടെ അച്ഛൻ മരിച്ചുപോയി. Their father died 3 years ago and their mother about a year ago. 1 വർഷം മുമ്പ് അമ്മയും മരിച്ചുപോയി. സോ അവർക്ക് രണ്ടുപേർക്കും പേരൻസിനെ, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടതാണ്, രക്ഷിതാക്കൾ മരിച്ചുപോയി. They now lived with their aunt. ഇപ്പോൾ അവർ താമസിക്കുന്ന ആരോടൊപ്പമാണ്? They now lived with their aunt. ഓണിനൊപ്പമാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. Who is the aunt? Their mother's elder sister. അതായത് അവരുടെ അമ്മയുടെ മൂത്ത സഹോദരിയാണ്. അമ്മയുടെ എൽഡർ സിസ്റ്റർ മീൻസ് മൂത്ത സഹോദരിയാണ് അല്ലെ. അപ്പോൾ ഓണ്ടിനൊപ്പമാണ് അവരിപ്പോൾ ലില്ലിയും ബേബിയും താമസിക്കുന്നത്. സോ how was the aunt? The fat, dark aunt with a flat nose was 50-year-old widow. അപ്പോൾ ആ ഓണ്ടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. എങ്ങനെയാണ്? വളരെ ഫാറ്റ് ആണ്, നല്ല തടിയുള്ള, ഡാർക്ക് കളറാണ് അവരുടേത്. വിത്ത് എ ഫ്ലാറ്റ് നോസ് അല്ലെ. നോസ് ഒക്കെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നോസ് ആണ് അല്ലെ, പരന്ന മൂക്കാണ് അവരുടെ. വാസ് 50-year-old widow. 50 വയസ്സുണ്ട്. വിഡോയാണ്. വിഡോ മീൻസ് എന്താണ്? വിധവയാണ്, അതായത് ഭർത്താവ് മരിച്ചു പോയതാണ്. ദാറ്റ് വാസ് aunt. She had a son in the army who sent her 20 rupees every month. അവർക്കൊരു മകനുണ്ട്, ആ ഓണിനൊരു മകനുണ്ട്. ആ മകൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്.
ഹു ഈസ് സെൻഡ് ഹർ 20 rupees എവരി മന്ത്. എല്ലാ മാസവും അവർക്ക് 20 രൂപ വീതം അയച്ചു കൊടുക്കും. പണ്ടത്തെ കാലമാണല്ലോ. ഷി വാസ് നോൺ ടു ബി എ ടൈറ്റ് ഫിസ്റ്റഡ് വുമൺ. അവരെ അറിയപ്പെടുന്നത് തന്നെ ഒരു പിശുക്കിയായിട്ടാണ്. എന്ന് വെച്ചാൽ ആർക്കും ഒന്നും കൊടുക്കത്തില്ല, 1 രൂപ പോലും കൊടുക്കത്തില്ല. വളരെ പിശുക്കിയായിട്ടാണ് ഈ ഓണ്ടിനെ കുറിച്ച് നാട്ടിലുള്ള എല്ലാവരുടെയും അഭിപ്രായം. ഷി ഹാഡ് നോ ലാൻഡ് ഓഫ് ഹർ ഓൺ. സ്വന്തമായിട്ട് അവർക്ക് ഭൂമിയില്ല. ആർക്ക്? ഈ ഓണ്ടിന് സ്വന്തമായിട്ട് ഭൂമിയില്ല. ഷി ലീവ്ഡ് ഇൻ എ ഹട്ട്. ഒരു കുടിലാണ് അവളുടെ താമസം. എവിടെയാണ് ആ കുടില്? ഓൺ എ പ്ലോട്ട് ഓൺഡ് ബൈ ദ പൂമംഗലം ഫാമിലി ഫോർ ഹൂം ഷീ വർക്ക്ഡ് ആസ് എ മെയ്ഡ്. അതായത് പൂമംഗലം ഫാമിലിയുടെ ഒരു പ്ലോട്ട് ഉണ്ട്, അവരുടെ പ്ലോട്ടാണത്. അവരുടെ സ്ഥലത്ത് ഒരു ചെറിയ കുടിലാണ് ഈ ഓണ്ട് താമസിക്കുന്നത്. ആരുടെയാണ് പൂമംഗലം ഫാമിലി? ഗ്രേസിയുടെ ഫാമിലിയാണ് അല്ലെ. അവിടെ ഈ ഓണ്ട് ഷീ വർക്ക്ഡ് ആസ് എ മെയ്ഡ്, അവര് വീട്ടു ജോലിക്കാരിയായിട്ട് വർക്ക് ചെയ്യുകയാണ് ഗ്രേസിയുടെ കുടുംബത്തിൽ. ദ മണി സെൻഡ് ബൈ ഹെർ സൺ വാസ് ഡെപ്പോസിറ്റഡ് ഇൻ എ പ്രൈവറ്റ് ബാങ്ക്. ഈ മകൻ, അവർക്കൊരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ മകൻ എല്ലാ മാസവും 20 rupees വെച്ച് അയച്ചു കൊടുക്കും. ഇത് അവരൊരു പ്രൈവറ്റ് ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരികയായിരുന്നു അല്ലെ. അത് അതുപോലെ കൊണ്ട് പ്രൈവറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിക്കും. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ദ ബാങ്ക് കൊളാപ്സ്ഡ്. ആ ബാങ്ക് തകർന്നു പോയി. പ്രൈവറ്റ് ബാങ്കുകളൊക്കെ അല്ലേ, അത് തകർന്നു പോയി. ദ ലോസ് ഓഫ് മണി വാസ് അൺബെയറബിൾ ടു ഹർ. നഷ്ടപ്പെട്ട ആ പണം അല്ലെ, അത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം വളരെ 1 രൂപ പോലും ചെലവാക്കാതെ ടൈറ്റ് ഫിസ്റ്റ് ആയിട്ടുള്ള വുമൺ ആയിരുന്നു അല്ലെ. ടൈറ്റ് ഫിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിശുക്കി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ആർക്കും 1 രൂപ പോലും കൊടുക്കാതെ അതേപോലെ മകൻ അയച്ചു തരുന്ന 20 rupees അതേപോലെ കൊണ്ട് ബാങ്കിൽ നിക്ഷേപിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഈ ബാങ്ക് അങ്ങ് കൊളാപ്സ് ആയി. കൊളാപ്സ് മീൻസ് എന്നാൽ തകരുക എന്നാണ്. ആ ബാങ്ക് അങ്ങ് തകർന്നു പോയി. അപ്പൊ നഷ്ടപ്പെട്ട മണി അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അൺബെയറബിൾ മീൻസ് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഷോവിങ് ദ സൈൻസ് ഓഫ് ഇൻസാനിറ്റി. അവർക്ക് ഇൻസാനിറ്റി എന്ന് വെച്ചാൽ ചെറിയ മനോവിഭ്രാന്തി എന്ന് പറയും അല്ലെ. ചെറിയ ഭ്രാന്ത് പോലെ അല്ലെങ്കിൽ ചെറിയ മാനസിക വിഭ്രാന്തി അവർ കാണിച്ചു തുടങ്ങി. കാരണം ഈ പൈസ നഷ്ടപ്പെട്ടത് അവരെ മാനസികമായി തളർത്തി അല്ലെ. കാരണം അവരുടെ ആകെയുള്ള നിക്ഷേപമായിരുന്നു, മുതൽക്കൂട്ടായിരുന്നു ഇത്. അപ്പൊ അത് അവർക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദിസ് ഈസ് ഓണ്ട്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെ, വളരെ ഫാറ്റ് ഡാർക്ക് ആയിട്ടുള്ള ഓണ്ടാണ് ഇത്. ഓക്കെ, so what happened next? She took out all her anger on her niece Lily. അപ്പം അവരുടെ ആ ദേഷ്യം മുഴുവൻ, പണം നഷ്ടപ്പെട്ട അവരുടെ ആ ഒരു ദേഷ്യം മുഴുവൻ, ആങ്കർ മീൻസ് ദേഷ്യം, അത് ആരോട് കാട്ടി? ഓൺ ഹർ നീസ് ലില്ലി. നീസ് എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ മകളാണ്. സഹോദരിയുടെ മകൾക്കാണ് നീസ് എന്ന് പറയുന്നത്. അപ്പം ലില്ലിയോട് അല്ലെ, അവരുടെ സഹോദരിയുടെ മകളാണല്ലോ. അപ്പം ഈ ഓണ്ട് അവരുടെ ദേഷ്യം മുഴുവൻ തന്റെ സഹോദരിയുടെ മകളായ നീസ് എന്ന് വെച്ചാൽ സഹോദരിയുടെ മകൾ ലില്ലിയുടെ അടുത്ത് കാണിച്ച ദേഷ്യം മുഴുവനും. ഷീ ബിഹേവ് ലൈക്ക് എ ഡെവിൾ. ഒരു പിശാചിനെ പോലെയാണ് പെരുമാറിയത് അവർ പിന്നീട്. ഡെവിൾ മീൻസ് പിശാജ്. ടു ഹർ നീസ് ആൻഡ് നെവ്യൂ. നെവ്യൂ എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ പുത്രൻ, സഹോദരിയുടെ മകൻ. നീസ് എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ മകൾ. ഓക്കെ, അപ്പോൾ തന്റെ സഹോദരിയുടെ പുത്രന്റെ അടുത്തും മകളുടെ അടുത്തും വളരെ ഒരു ഡെവിളിനെ പോലെയാണ് പിന്നീട് ഈ ഓണ്ട് ഈ പൈസ നഷ്ടപ്പെട്ട് ബാങ്ക് കൊളാപ്സ് ആയതിനു ശേഷം പെരുമാറിയത്. ഓഫൺ ബീറ്റ് ദം അപ്പ്. എന്തിനു പറയുന്നു? അവരെ പിന്നീട് അടിക്കാൻ തുടങ്ങി, അനാവശ്യമായിട്ട് അടിക്കാൻ തുടങ്ങി. ഷീ ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. ഇവർ സ്കൂളിൽ പോകുന്നത് ദേഷ്യമായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു ഈ ഓണ്ടിന്. ലില്ലിയും ബേബിയും സ്കൂളിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ല. അവരെ സ്കൂളിൽ വിടാൻ പോലും താല്പര്യമില്ലാതെ അതുപോലും അവർക്ക് ദേഷ്യമായി. ഷീ ഓർഡേഡ് ദം ടു ഡ്രോ വാട്ടർ ഫ്രം ദ വെൽ. പിന്നെ അവരങ്ങോട്ട് ഓർഡർ ഇടാൻ തുടങ്ങി, ഓരോ ജോലിയും, വീട്ടിലെ ഓരോ ജോലിയും ചെയ്യിക്കാൻ തുടങ്ങി. ഡ്രോ വാട്ടർ ഫ്രം ദ വെൽ, കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ പറയുന്നു. ആൻഡ് വാഷ് ക്ലോത്ത്സ്, തുണി കഴുകാൻ പറയുന്നു. ആൻഡ് ഡു ഓൾ ദ കുക്കിംഗ് അല്ലെ, ആഹാരം മുഴുവൻ പാചകം ചെയ്യാൻ പറയുന്നു. അങ്ങനെ വീട്ടിലെ എല്ലാ പണിയും എടുപ്പിക്കാൻ തുടങ്ങി. ഇവരെ സ്കൂളിൽ വിടാതെ ഈ കുട്ടികളെ വീട്ടുപണി മുഴുവൻ എടുപ്പിക്കാൻ ഓർഡർ ഇടാൻ ആര് തുടങ്ങി? നമ്മുടെ ഓണ്ട് തുടങ്ങി. ബേബി വാസ് 11 years old. ബേബിക്ക് എത്ര വയസ്സുണ്ട്? 11 years. ബേബി വാസ് 11 years old ആൻഡ് വാസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 4. അവൻ ക്ലാസ് 4ലാണ്, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ലില്ലി 3 years younger. ലില്ലി ബേബിയെക്കാട്ടിൽ 3 വയസ്സ് ഇളയതാണ്. വാസ് ഇൻ ക്ലാസ് 2. അവള് ക്ലാസ് 2ലാണ് അല്ലെ, 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദേ വെയർ പെർഹാപ്സ് ദ പൂറസ്റ്റ് ചിൽഡ്രൻ ഇൻ ദെയർ സ്കൂൾ. ഒരുപക്ഷെ ഇവരായിരിക്കും ലില്ലിയും ബേബിയും ആയിരിക്കും അവരുടെ സ്കൂളിലെ ഏറ്റവും പാവം പിടിച്ച കുട്ടികൾ അല്ലെ. ഒരു ഡ്രസ്സ് പോലും സ്വന്തമായിട്ട് എന്ന് വെച്ചാൽ ഉടുക്കാൻ വേണ്ടത്ര വസ്ത്രങ്ങളോ സമയത്ത് ഭക്ഷണമോ കിട്ടാത്ത ഏറ്റവും പാവം പിടിച്ച കുട്ടികൾ ലില്ലിയും ബേബിയും ആയിരിക്കും അവരുടെ സ്കൂളിലെ. ദേ വെയർ പെർഹാപ്സ് ദ പൂറസ്റ്റ് ചിൽഡ്രൻ ഇൻ ദെയർ സ്കൂൾ. സോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? എ ബ്രൂയിസ്. ബ്രൂയിസ് മീൻസ് എന്താണ്? ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ പരിക്ക് അല്ലെങ്കിൽ ചതവ് എന്നൊക്കെ പറയും. ലില്ലി സൈഡ് ആസ് ദ സെക്കൻഡ് ബെൽ റാങ് അറ്റ് സ്കൂൾ. അപ്പോൾ ലില്ലി അവിടെ നിൽക്കുകയാണ് അല്ലെ. അപ്പോൾ സെക്കൻഡ് ബെൽ അടിക്കുന്നത് കേട്ട് ലില്ലി നെടുവീർപ്പിട്ടു
അല്ലെ? മഴ തൂരുന്നില്ല, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ റെയിൻ ഷോഡ് നോ സൈൻ ഓർ സ്റ്റോപ്പിംഗ് ഓർ സ്ലോവിംഗ് ഡൗൺ, അല്ലെ? മഴ നിൽക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും കാണുന്നില്ല. ഓർ സ്ലോയിങ് ഡൗൺ, കുറയുമെന്ന പ്രതീക്ഷ പോലും കാണുന്നില്ല. ദ കോൾഡ് വിൻഡ് വാസ് സ്റ്റിൽ ബ്ലോവിംഗ്, ആ കാറ്റ് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ഷീ വാസ് ലേറ്റ് ഫോർ ദ ക്ലാസ്സസ് ഹർ ടീച്ചർ വുഡ് സ്കോൾഡ് ഹർ, അല്ലെ? ക്ലാസ്സിൽ താമസിച്ച് ചെല്ലുകയാണെങ്കിൽ ടീച്ചർ ശക്തമായി വഴക്ക് പറയും, അല്ലെ? ടീച്ചറിന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും, അല്ലെ? ഇഫ് ഷീ വാസ് ലേറ്റ് ഫോർ ദ ക്ലാസ്സസ് ഹർ ടീച്ചർ വുഡ് സ്കോൾഡ് ഹർ. സ്കോൾഡ് എന്ന് വെച്ചാൽ വഴക്ക് പറയുക, ശകാരിക്കുക. അറ്റ് ടൈംസ് ഷീ വുഡ് ബീറ്റ് ഹർ ടു, ചില സമയങ്ങളിൽ ടീച്ചർ അടിക്കുകയും ചെയ്യും താമസിച്ച് ചെന്നാൽ. അറ്റ് ടൈംസ് ഷീ വുഡ് ബീറ്റ് ഹർ ടു, ബീറ്റ് മീൻസ് അടിക്കുക. ലില്ലി സ്റ്റാർട്ട് റണ്ണിങ് ടു സ്കൂൾ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ലില്ലിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി, അല്ലെ? താമസിച്ചു കഴിഞ്ഞാൽ ടീച്ചർ അടിക്കും, അല്ലെ? വഴക്ക് പറയും. അപ്പം അത് ഭയങ്കരമായിട്ട് ലില്ലിക്ക് വിഷമം തോന്നി. ലില്ലി അവിടെ നിന്നും സ്കൂളിലേക്ക് വീണ്ടും ഓടാൻ തുടങ്ങി. മഴ നിൽക്കുന്നതെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ ലില്ലി അവിടെ നിന്ന് വീണ്ടും ഓടാൻ തുടങ്ങി സ്കൂളിലേക്ക്. ദ റെയിൻ ഡ്രെഞ്ച്ഡ് ഹെർ ക്ലോത്ത്സ് അഗെയിൻ, വീണ്ടും അവളുടെ വസ്ത്രങ്ങൾ മുഴുവനും മഴയിൽ നനഞ്ഞു കുതിർന്നു. ഷീ ഹെൽഡ് ഹെർ ബുക്സ് ആൻഡ് സ്ലേറ്റ് ക്ലോസ് ഹർ ടു ചെസ്റ്റ്, വീണ്ടും അവൾ തന്റെ ബുക്സും സ്ലേറ്റും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. സഡൻലി ഷീ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഓൺ ദ റോഡ്, പെട്ടെന്ന് ആ ഓട്ടത്തിനിടയിൽ തെന്നി വീണു, റോഡിലേക്ക് തെന്നി വീണു. സഡൻലി ഷീ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഓൺ ദ റോഡ്. ഹർ സ്കർട്ട് വാസ് സോയിൽഡ് ആൻഡ് ഗോട്ട് ടോൺ, അവളുടെ പവാട മുഴുവൻ മണ്ണും ചെളിയും നിറഞ്ഞു. ആൻഡ് ഗോട്ട് ടോൺ, പവാട മുഴുവൻ കീറിയത്, വസ്ത്രം കീറി. ഹർ നീസ് വെയർ ബ്രൂസ്ഡ് ആൻഡ് ബ്ലഡ് ഊസ്ഡ് ഔട്ട്, പെട്ടെന്നാണ് അവർ കണ്ടത് അവളുടെ കാൽമുട്ടുകൾ മുറിഞ്ഞ്, ബ്രൂസ്ഡ് മീൻസ് മുറിയുക എന്നാണ്, പരിക്കേൽക്കുക. ആൻഡ് ബ്ലഡ് ഊസ്ഡ് ഔട്ട്, ബ്ലഡ് വരുന്നു, ചോര വരുന്നു. പാവം, അല്ലെ? പെട്ടെന്ന് തെന്നി വീണതാണ്, കാൽമുട്ടുകൾ റോഡിൽ ഇട്ടിച്ച് മുറിഞ്ഞ് ബ്ലഡ് വരുന്നത് അവൾ കണ്ടു. സ്റ്റിൽ ഷീ ഫെൽറ്റ് നോ പെയിൻ, പക്ഷെ അപ്പോഴും ആ സമയത്ത് അവൾക്ക് വേദന തോന്നിയില്ല. എന്തായിരിക്കും കാരണം? ഒരു വേദനയും തോന്നിയില്ല. ആ മുറിവിന്റെ വീണതിന്റെ ഒന്നും വേദനയല്ല, കാരണം അതിലും വലിയ വേദന അവളുടെ മനസ്സിലാണ്, മനസ്സിനേറ്റിരിക്കുകയാണ്, അല്ലെ? കാരണം ഗ്രേസി, അവളുടെ ഫ്രണ്ടാണ് ഗ്രേസി, നൈബറാണ്, കുടയിൽ കയറ്റിയില്ല, ആ വിഷമമുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ അവളെ അടിക്കും, താമസിച്ച് ചെല്ലുന്ന ടീച്ചർ വഴക്ക് പറയെ അടിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു വിഷമം കാരണം ഈ മുറിഞ്ഞതിന്റെ വേദന അവൾ അറിഞ്ഞില്ല. എ പേജ് ഓഫ് ഹെർ ബുക്സ് വാസ് ടോൺ, നോക്കൂ, അവളുടെ ബുക്കിന്റെ ഒരു പേജ് കീറിപ്പോയി. ആൻഡ് ഹെർ സ്ലേറ്റ് വാസ് ബ്രോക്കൺ ആസ് വെൽ, സ്ലേറ്റ് മുഴുവൻ ഉടഞ്ഞു, പൊട്ടിപ്പോയി സ്ലേറ്റ് മുഴുവനും. നോക്കൂ, വളരെ വിഷമം തോന്നുന്നു, അല്ലെ? ഈ കഥ കേട്ടിട്ട്, അല്ലെ? പാവം കുട്ടി. സോ അവളുടെ ബുക്ക് മുഴുവനും കീറി, സ്ലേറ്റ് മുഴുവൻ ഉടഞ്ഞു. ഷീ സ്റ്റുഡ് ഇൻ ദ റെയിൻ ആൻഡ് ക്രൈഡ് ബിറ്റർലി, ആ മഴയത്ത് അവൾ അവിടെ നിന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. ഷീ സ്റ്റുഡ് ഇൻ ദ റെയിൻ ആൻഡ് ക്രൈഡ് ബിറ്റർലി, അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ മഴയത്ത് ഒറ്റയ്ക്ക് അവിടെ നിന്ന് അവൾ കരഞ്ഞു. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? സി, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ വിഷമകരമായ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ചിത്രമാണ്, അല്ലെ? ലില്ലി താഴെ വീണു സ്ലേറ്റും ബുക്ക് മുഴുവനും ഉടഞ്ഞു. അപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റ് നിന്ന് കരയുന്ന ഒരു ചിത്രമാണിത്, ആ മഴ നനഞ്ഞുകൊണ്ട്. സോ നമ്മളെല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു ചിത്രമാണിത്. സോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? വെൻ ഷീ റീച്ച്ഡ് സ്കൂൾ സം ചിൽഡ്രൻ ബിഗാൻ ലാഫിംഗ് അറ്റ് ഹർ. സ്കൂളിലെത്തിയപ്പോൾ നോക്കൂ, അടുത്ത പണി വന്നു. എന്താണ്? സ്കൂളിലെത്തിയപ്പോൾ നനഞ്ഞു കുതിർന്ന് ചെളി പുരണ്ട് വസ്ത്രങ്ങളൊക്കെ കീറി, അല്ലെ? സ്ലേറ്റും ബുക്കും ഒക്കെ കീറി ഉടഞ്ഞ്, അല്ലെ? അപ്പൊ അങ്ങനെ സ്കൂളിൽ എത്തുമ്പോൾ ആ കുട്ടികൾ അവിടെ നിന്ന് നോക്കുകയാണ്, ക്ലാസ്സിലിരുന്ന കുട്ടികൾ നോക്കുകയാണ്, അവരിങ്ങനെ കളിയാക്കി ചിരിച്ചു. ലാഫിംഗ് അറ്റ് ഹർ. ദി ടീച്ചർ ബാങ്ക്ഡ്, ടീച്ചർ പെട്ടെന്ന്, ഇപ്പൊ കുട്ടികൾ ബഹളം ഉണ്ടാക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ മേശയിലേക്ക് ഇങ്ങനെ അടിക്കത്തില്ലേ, അതിനാണ് ബാങ്ക്ഡ് എന്ന് പറയുന്നത്. ദ ടീച്ചർ ബാങ്ക്ഡ് ദ കെയിൻ ഓൺ ദി ടേബിൾ, അല്ലെ? കെയിൻ എന്ന് പറഞ്ഞാൽ ചൂരൽ ഉപയോഗിച്ചിട്ട് ടേബിളിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുക എന്ന് പറയാനെ കൊണ്ട് അടിക്കത്തില്ലേ, അപ്പൊ അങ്ങനെ അടിച്ചു. ആൻഡ് എവരിബഡി ബിക്കെയിം സൈലന്റ്, പെട്ടെന്ന് എല്ലാവരും സൈലന്റ് ആയി, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നിങ്ങൾ പലപ്പോഴും സ്കൂളിൽ ക്ലാസ്സിൽ കാണാറുണ്ട്, അല്ലെ? കുട്ടികളെല്ലാം പുറത്ത് പോയിട്ട് വരുമ്പോൾ, അല്ലെ, എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങളെല്ലാം കൂടെ ചിരിച്ചിരിക്കും. ആ സമയത്ത് ടീച്ചർ ചൂരൽ ഉപയോഗിച്ചിട്ട് മേശയിലിട്ട് 2 കൊട്ടും. ആ സമയത്ത് എല്ലാവരും സൈലന്റ് ആവും. ഇതൊക്കെ നിത്യവും നിങ്ങൾ കാണുന്നതാണ്. ദി ടീച്ചർ ഗ്ലാഡ് ആറ്റ് ലില്ലി, ടീച്ചർ ഇങ്ങനെ ലില്ലിയെ തുറിച്ചു നോക്കി. വൈ ഡിഡ് യു കം ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ, നീ എന്തുകൊണ്ടാണ് മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് ഇവിടേക്ക് വന്നത്? ഡോണ്ട് യു ഹാവ് ആൻ അംബ്രല്ല, നിനക്ക് കുടയില്ലേ? അപ്പൊ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി, ശകാരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറഞ്ഞു ലില്ലി? നോ ടീച്ചർ, എനിക്ക് കുടയില്ല. സെഡ് ലില്ലി വൈപ്പിംഗ് ഹർ ടീയേഴ്സ് വിത്ത് ഹർ ഹാൻഡ്, കൈകൾ കൊണ്ട് ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ കൊച്ചു പെൺകുട്ടി ലില്ലി പറഞ്ഞു, ടീച്ചർ എനിക്ക് കുടയില്ല. നോ ടീച്ചർ. ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ വരാന്ത, പോയി ആ വെളിയിൽ വരാന്തയിൽ തന്നെ നിൽക്കുന്നേ. ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ വരാന്ത, ക്ലാസ്സിൽ കയറണ്ട, അല്ലേ?
നീ വെളിയിൽ പോയി വരാന്തയിൽ നിന്നാ മതി. സോ ക്രൂവൽ ടീച്ചർ isn't it? You will dirty in the classroom. നീ ക്ലാസ്സിൽ കയറിയാൽ ക്ലാസ് മുഴുവനും ഡർട്ടി ആകും, വൃത്തികേടാകും. സോ നീ വരാന്തയിൽ നിന്നാ മതി. യു ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ വരാന്ത. ദ ടീച്ചർ പോയിന്റഡ് ടു ദ വരാന്ത. വരാന്തയിൽ കാണിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ പോയി നിന്നാ മതി, ക്ലാസ്സിൽ കയറണ്ട. ലില്ലി സോ ഗ്രേസി ജിഗ്ലിംഗ്. ലില്ലി നോക്കുമ്പോൾ ഗ്രേസി കളിയാക്കി ചിരിക്കുന്നു, കുലുങ്ങിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോണ്ട് ലില്ലിക്ക് ടീച്ചർ വഴക്കു പറഞ്ഞത്, വരാന്തയിൽ പോയി നിൽക്കാൻ പറഞ്ഞ അത് കേട്ടിട്ട് ആ ഒരു ശകാരം ആർക്ക് ഇഷ്ടപ്പെട്ടു? ഗ്രേസിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രേസി അപ്പൊ കളിയാക്കി ചിരിക്കുകയാണ്. ജിഗ്ലിംഗ് മീൻസ് കളിയാക്കി ചിരിക്കുക, കുലുങ്ങിച്ചിരിക്കുക എന്നുള്ളതാണ്. ഹെർസ് ഹാർട്ട് സാങ്ക്. അവളുടെ ഹൃദയം, ലില്ലിയുടെ ഹൃദയം സങ്കടത്താൽ മുങ്ങിപ്പോയി. ദ റെയിൻ ഹാഡ് സ്റ്റോപ്ഡ്. പെട്ടെന്ന് ആ മഴയിൽ നിന്നു. നോക്കൂ, ലില്ലിക്ക് കിട്ടാനുള്ളത് കിട്ടി അല്ലെ? നേരത്തെ ആ മഴ നിന്നായിരുന്നെങ്കിൽ ലില്ലിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നോ? ഇല്ല. ക്ലാസ്സിൽ വന്നു, ടീച്ചറിന്റെ വഴക്കും കേട്ടു അല്ലെ? ഗ്രേസി കളിയാക്കി ചിരിച്ചു, കുട്ടികളെല്ലാം നോക്കി ചിരിച്ചു, അപ്പം എല്ലാം തകർന്നു. ആ സമയത്ത് ദ റെയിൻ ഹാഡ് സ്റ്റോപ്ഡ്, മഴയിൽ നിന്നു. ബട്ട് ടീയേഴ്സ് സ്റ്റിൽ റോൾഡ് ഔട്ട് ഓഫ് ഹർ ചീക്സ്. പക്ഷെ ലില്ലിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകി അവളുടെ കവിളിൽ കൂടി ഒഴുകിക്കൊണ്ടിരുന്നു. അത് നിന്നോ? ഇല്ല, മഴ നിന്നു. പക്ഷെ അല്ലെ, ലില്ലിയുടെ കണ്ണുനീരിന് അവസാനം ഇല്ല, അവസാനിക്കുന്നില്ല. സോ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള മുട്ടത്ത് വർക്കിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലിന്റെ ആദ്യ ഭാഗമാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ള. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ? എല്ലാവരെയും നമ്മളെ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മളെ കരയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്ന കുട്ടികളെ സഹായിക്കാതിരിക്കരുത് അല്ലെ? നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യണം. നമ്മൾക്കൊരു കുടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴ വരുമ്പോൾ നമ്മളെ കൂട്ടുകാരെയും നമ്മോടൊപ്പം കൊണ്ടുപോകണം. സോ ഹിയർ ഹാവ് ദ പിക്ചർ. കണ്ടോ, ഇവിടെ ചിത്രം കണ്ടോ? ടീച്ചർ ലില്ലിയെ വഴക്ക് പറയുക, അടിക്കാനൊക്കെ തുടങ്ങുന്നത് കണ്ടോ? ഇറ്റ് വാസ് വെരി ബാഡ്. നമ്മളെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്. സോ ഹൗ വാസ് ദ സ്റ്റോറി? എങ്ങനെയുണ്ടായിരുന്ന സ്റ്റോറി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്റ്റോറി കുറഞ്ഞത് 20 ടൈംസ് നിങ്ങൾ റീഡ് ചെയ്യണം. യു നീഡ് ടു റീഡ് ദ സ്റ്റോറി 20 ടൈംസ്, മിനിമം 20 ടൈംസ്. ആൻഡ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ട് വേർഡ്സ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ടഫായിട്ടുള്ള വേർഡ്സിന്റെ മീനിങ് കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേർഡ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിക്ഷണറി നോക്കി അതിന്റെ മലയാളം മീനിങ് കണ്ടെത്തി നിങ്ങളുടെ വേർഡ് ബുക്കിൽ എഴുതാൻ മറക്കരുത്. അത് വായിച്ചതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ യു നീഡ് ടു റീഡ് 20 ടൈംസ്. അത് നിങ്ങൾ 20 പ്രാവശ്യം വായിക്കണം. അതിനുശേഷം നിങ്ങൾ അതിലുള്ള വേർഡ്സുകൾ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സുകൾ കണ്ടെത്തി അതിന്റെ മീനിങ് ഉൾപ്പെടെ നിങ്ങൾ വേർഡ് ബുക്കിൽ എഴുതണം. വേർഡ് ബുക്കിൽ എല്ലാവരും എഴുതുന്നുണ്ടല്ലോ? നമ്മൾ നേരത്തെ പഠിച്ച 2 ചാപ്റ്ററിന്റെ കഴിഞ്ഞ വേർഡ്സുകളെല്ലാം നിങ്ങൾ വേർഡ് ബുക്കിൽ എഴുതുന്നുണ്ടല്ലോ? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ് വേർഡ് ബുക്ക്. കാരണം വേർഡ് ബുക്കിലെ വേർഡ്സ് നിങ്ങൾക്ക് പുതിയ പുതിയ വേർഡ്സ് കിട്ടുമ്പോൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിലുള്ള മെമ്മറിയിലുള്ള വേർഡ്സിന്റെ എണ്ണം കൂടുകയും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനെ ചെയ്താൽ. ആൻഡ് ദെൻ നിങ്ങൾ ഈ സ്റ്റോറി നന്നായിട്ട് വായിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന വർക്ക്. എല്ലാവരും സ്റ്റോറി നന്നായിട്ട് വായിച്ചു പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സ്റ്റോറിയിലെ ഈ റിവ്യൂ ക്വസ്റ്റ്യൻസ് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചാൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ സ്റ്റോറി മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നത്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റോറി നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മളുടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇനി ഏതെങ്കിലും കുട്ടികൾ നമ്മളുടെ ചാനൽ ഫോക്കസ് ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്ന അടുത്ത ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ്സ് ഓൾ ഗൈസ് ടുഡേ. വി ക്യാൻ മേക്ക് ദ നെക്സ്റ്റ് ക്ലാസ് അഗെയിൻ. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.